നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ടൻ വഴിതെറ്റി നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇനിയെങ്കിലും ഈ അമ്പിളി വെറുതെ ഒന്നും പറയില്ലെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ എല്ലാരും എന്നെ തള്ളി പറഞ്ഞപ്പോ സത്യം എന്താണെന്ന് ദൈവം എനിക്ക് തെളിയിച്ചു തന്നിരിക്കുക. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. രഘുവേട്ടന്റെ രഹസ്യക്കാരി മകളും ആ 19 നമ്പർ മുറിയിലുണ്ട്. ചേച്ചി 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 ഇങ്ങോട്ട് വന്നിരിക്കെ. എല്ലാം നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. വാ ചേച്ചി, വാ ചേച്ചി. അമ്മിളിക്ക് ജീവിതത്തിൽ സമാധാനം വിധിച്ചിട്ടില്ല. മനസ്സിന്റെ തോന്നലുകളൊന്നും യാഥാർത്ഥ്യമായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ ഇതുവരെ. പക്ഷെ കൺമുമ്പിലെല്ലാം എനിക്ക് കാണേണ്ടി വന്നു. ചേച്ചി എന്ത് കാണേണ്ടി വന്നു എന്നാ ചേച്ചി പറയുന്നേ? 19ാമത്തെ റൂമിൽ ആരാന്ന് ചേച്ചിക്ക് അറിയോ? രഘുവേട്ടൻ ചെലവിന് കൊടുക്കുന്നവള്, അല്ലാതെ ആരാനും. ഒരു കൊച്ചുണ്ട്, അത് രഘുവേട്ടന്റെ ആണോന്ന് എനിക്ക് അറിയില്ല. ലച്ചുമോളെക്കാളും മുതിർന്ന കുട്ടിയാ. ഒന്നുകിൽ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ബന്ധം, അല്ലെങ്കിൽ ഏതോ ഒരു തന്റെ കെട്ടിയോളെയും കുഞ്ഞിനെയും ആ മനുഷ്യൻ ചുമന്നോണ്ടിരിക്കുക. അങ്ങനെയൊന്നും അല്ല ചേച്ചി കാര്യങ്ങള്. ചേച്ചി ചെന്ന് നോക്കുമ്പോ ആ മുറിയിൽ അച്ഛനും ഉണ്ടായിരുന്നില്ലേ? അതെ, നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ട് രഘുവേട്ടൻ അവൾക്ക് പണം കൊടുക്കുന്നത് ഞാൻ അവിടെ കയറി ചെന്നപ്പോ കണ്ടത്. ഒരു കാര്യം ഉറപ്പാ, മരുമകന്റെ എല്ലാ തോന്നിയവസങ്ങളും അമ്മാവനും അറിയായിരുന്നു. ഞാൻ മാത്രം വിട്ടി, പമ്പര വിട്ടി. ഭാര്യയെ ചതിച്ച് വേറെ പെണ്ണിന്റെ കൂടെ പോകുന്നത് ചില ഭർത്താക്കന്മാര് വലിയ ആണത്തായിട്ട് കൊണ്ടു നടക്കുന്നവരാ. പക്ഷെ എന്റെ അച്ഛനും അനിയത്തിമാരും അതിന്റെ പേരില് എന്നെ സംശയരോഗിയാക്കിയല്ലോ ഓർക്കുമ്പോഴാ. മരുമകന്റെ ലീലാവിലാസങ്ങള് എല്ലാം അറിയാവുന്ന അച്ഛൻ എല്ലാം മനസ്സിലടക്കി വെച്ചതാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കെങ്കിലും ചേച്ചി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അന്വേഷിക്കായിരുന്നില്ലേ? എങ്കിൽ ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണേണ്ടി വരുമായിരുന്നോ? ചേച്ചി ഇനിയെങ്കിലും അമ്പിളി ചേച്ചിയോട് എല്ലാം തുറന്നു പറ. എനിക്ക് ചേച്ചിയുടെ കരച്ചിൽ കാണാൻ വയ്യ. ഞാൻ നിങ്ങളെ ആരെയും കരഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല ചീരു. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇനി പുതിയ കഥ ഉണ്ടാക്കേ വേണ്ട. ചേച്ചി പുതിയ കഥയൊന്നും അല്ല. 19ാം മുറിയിലുള്ളത് ആരാണെന്ന് അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്കും അറിയാം. അന്ന് ഞാനും ഇന്ദ്രേട്ടനും ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ആ റൂമിലാണ് ഞങ്ങൾ അറിയാതെ കയറിയത്. അപ്പോഴേ ആ റൂമിലുള്ളവരെ എനിക്ക് മനസ്സിലായി. ഞാനത് ഇവളോട് പറയുകയും ചെയ്തു. നമ്മുടെ അച്ഛൻ എപ്പോഴും ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് വിനയനായിരിക്കണം അച്ഛൻ ഇങ്ങനെ ഒരു സൂചന നൽകിയത്. ആ വൃത്തികെട്ടവളെ ഏതാനു? എവിടുത്തെ കാര്യാ നശിച്ചവള്? ഒരു കുഞ്ഞവിടെ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ അവളുടെ മുഖം അടിച്ച് പൊട്ടിക്കുമായിരുന്നു ഞാൻ. ചേച്ചി എന്തായാലും അങ്ങനെ ചെയ്യാതിരുന്ന നന്നായി. ഒരു വലിയ പാപമായി പോയേനെ. എന്ത് പാപമാടി? ഇന്നല്ലെങ്കിൽ നാളെ അവൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും.
ചേച്ചി, അവളും ആ കുഞ്ഞും ചേച്ചി കരുതുന്നത് പോലെയുള്ളവരൊന്നും അല്ല. അത് ആദിയുടെ ഭാര്യയും കുഞ്ഞുമാ. ഏതാദി? സ്വർണ്ണക്കടത്ത് കേസിലെ? അതെ.